കമ്പിളി പതിപ്പ് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ? ഇല്ലില്ല, കേൾക്കുന്നില്ല. കമ്പിളി പതിപ്പ് കൽക്കട്ടയിൽ പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് കേൾവി സാധ്യമാകുന്നത്? SSLC ബയോളജി 3rd ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നതെന്നൊക്കെ പഠിച്ചു. ഇനി അടുത്തത് വരുന്നത് ഇയർ, ചെവി എന്ന ഭാഗമാണ് പഠിക്കാനുള്ളത്. ഇതിലെ എങ്ങനെയാണ് ഒരു കേൾവി സാധ്യമാകുന്നത്, അല്ലെങ്കിൽ ഒരു ശബ്ദം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ചെവി തിരിച്ചറിയുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് ആദ്യമായി ശബ്ദം വരുമ്പോൾ ഈ ശബ്ദത്തിനെ തരംഗ രൂപത്തിലേക്ക്, അതായത് വൈബ്രേഷനിലേക്ക് മാറ്റുകയും ഈ വൈബ്രേഷൻ ചെവിയുടെ പുറംഭാഗത്ത് കാണുന്ന പിന്ന എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ സഹായത്തോടു കൂടി ചെവിടിനുള്ളിലേക്ക് കൃത്യമായി പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രവേശിക്കുന്ന ശബ്ദതരംഗങ്ങൾ കോക്ലിയയിലേക്ക് ചെല്ലുകയും ഇയർ ഡ്രമ്മിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ഞരമ്പുകൾ വഴി മസ്തിഷ്കത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ മസ്തിഷ്കത്തിലെത്തുന്ന ശബ്ദതരംഗങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മസ്തിഷ്കം അത് എന്തിൻ്റെ ശബ്ദമാണെന്ന് തിരിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൻ്റെ മാക്സിമം അളവ് എത്രയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.